ഹലോ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇതുണ്ട് എൻ്റെ മുറ്റം നിറയെ പുല്ല് നിറഞ്ഞിട്ട് മഴ പെയ്തിട്ട് ആകെ വൃത്തികേടായിണ്ട മുറ്റം. എനിക്ക് നല്ല വൃത്തിയിൽ കാണണം, എപ്പോഴും മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കും ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഇപ്രാവശ്യത്തെ മഴയും കാരണം ഞാനിത് ഈ പുല്ലൊക്കെ ചെത്താൻ കുറച്ച് ലേറ്റായി. ചില സമയത്ത് വിചാരിക്കും പെട്ടെന്ന് പുല്ല് ചെത്തിക്കണം എന്ന് വിചാരിക്കും, പക്ഷേ അന്നേരം ആളെ കിട്ടില്ല. പിന്നെ ആളെ കിട്ടുന്ന സമയത്ത് ഭയങ്കര മഴയായിരിക്കും. അങ്ങനെ ഇതാ കാട് നിറഞ്ഞ് കിടക്കുന്നു. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ മഴ പാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു നല്ലൊരു പണിക്കാരനെ കിട്ടി. വെച്ചാൽ അണ്ണന്മാർ ഇങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും എനിക്കിഷ്ടമല്ല. നല്ല സംസാരമൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് പണിയൊക്കെ എടുത്തിട്ട് പോകുന്ന ആളായിരിക്കണം. ഇത് നമ്മൾ വീട്ടിൻ്റെ മുമ്പിലുള്ള മരമില്ല കേട്ടോ, ഇത് വീണ് പോയി കേട്ടോ മഴയത്ത്. ഇതാ അവിടെ നിൽക്കുന്ന ആളാണ് അതിൻ്റെ നടത്തുന്ന ആൾ. ഈ കമ്പനി മരത്തിൻ്റെ കമ്പനി ചെയ്തിട്ടോ. അങ്ങനെ 2-3 അതിൻ്റെ അവർ പണിത ഇതില്ലേ അതൊക്കെ വീണ് പോയി. ഇതിപ്പോൾ ലാസ്റ്റ് ഈ മെഷീൻ്റെ സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ മഴയത്ത് വീണ് പോയതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ മുതലാളി നമ്മളെ ഒരു ചെറിയ ബന്ധുവാണ്. ഇതിപ്പം നടത്തുന്ന ആളാണ്. പുരുഷോട്ടെന്ന് പറയുക, കാലിന് വയ്യാത്ത ആളാട്ടോ. കുറേ വർഷങ്ങളായിട്ട് ഈ പുരുഷോട്ടൻ്റെ അച്ഛന് നടത്തുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇതിപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടാ ഇങ്ങനെ അവർ കൊറോണ സമയത്ത് പണിയൊക്കെ കുറഞ്ഞിട്ട് നഷ്ടത്തിലായിപ്പോയി, അങ്ങനെ വന്നത്. പിന്നെ ഇത് കണ്ടോ, എൻ്റെ ഇതെന്താ ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നു വിചാരിക്കുന്നത്, ഇതെന്താ മരലെടുത്ത് വെച്ചിരിക്കുന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായത്. പൂച്ച മാന്തൽ, എൻ്റെ സീറ്റ് നായി മാന്തൽ. അയ്യോ, പട്ടീനെ കൊണ്ട് ഭയങ്കര ശല്യം. പൂച്ചക്കൊന്നും തിന്നാൻ കൊടുത്തുവിടാം. പിന്നെ തിന്നാൻ കൊടുത്ത് അതിനെ പോറ്റിയിട്ടുണ്ടെങ്കിൽ സീറ്റൊക്കെ പറിച്ച് ചീന്തി. അതുകൊണ്ട് ഇങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെച്ചത് കേട്ടോ. ഇതാ നല്ലൊരു പണിക്കാരനെ കിട്ടി. അപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാ കണ്ടോ പണിക്കാരനവിടെ. അത് ഞാൻ തിന്ന വേസ്റ്റൊക്കെ ഇടുന്നൊരു കുണ്ട. അപ്പോൾ ഇതാ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന മുറ്റൊക്കെ നല്ല ക്ലീനായില്ലേ. ഇനിയിപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് അടിച്ച് വാരണം കേട്ടോ. പുല്ലൊക്കെ ചെത്തിയിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് മുറ്റം കാണുമ്പോൾ ഒന്ന് അടിച്ച് വാരണം തോന്നും. അപ്പോൾ അടിച്ച് വാരി വൃത്തിയാക്കണം. അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടില്ല, അടിച്ച് വാരാനുണ്ട്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉഷാറായിരിക്കും. പിന്നെ എനിക്ക് ഈ മുറ്റത്ത് കൂടി ഇങ്ങനെ നടക്കും ഞാൻ ഡെയിലി. ഇങ്ങനെ മുറ്റത്ത് കൂടി വെറുതെ ഇങ്ങനെ നടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുറ്റത്ത് കൂടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാനും. നല്ല പ്രകൃതി കാറ്റ്.